KSRTC ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബസ്സുകളുടെ എണ്ണം 113. മറ്റ് 50 ബസ്സുകൾ KSRTCയുടെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾ. അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ KSRTC ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങിത്തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം, അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്ത് നിന്നാണ് വാങ്ങിയത്. യെസ്, ഇവിടെ ഇതാ മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. 113 വാഹനങ്ങൾ ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വാങ്ങിച്ചത് എന്നും അവിടെ 500 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെയും 135 കോടി രൂപ നഗരസഭയുടേതും ആണ് എന്ന്. ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് നഗര കേന്ദ്രീകൃതമായി ഈ വാഹനങ്ങൾ ഓടിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ മന്ത്രിയോട് ചോദ്യമായി ഉന്നയിക്കാനുള്ള ആദ്യത്തെ സംശയം എന്നത് ഈ ത്രികക്ഷി കരാറിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആ കരാർ ബന്ധപ്പെട്ട് തന്നെയാണോ, ആ കരാർ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് മന്ത്രിയോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിന് മന്ത്രി KB ഗണേഷ് കുമാറിന് എന്താണ് മറുപടി? അതായത് കരാർ ലംഘിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അന്ന് ഉണ്ടാക്കിയ ആ കരാർ പ്രകാരം തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നത് എന്നും അതിൻ്റെ സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ ആ കരാർ പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എന്നും അതല്ല എങ്കിൽ അല്ല എന്നുമാണ് മന്ത്രി മറുപടി നൽകേണ്ടത്. അതിൽ ഒരു സംശയവും ബാക്കിയാകാത്ത തരത്തിൽ പ്രേക്ഷകർക്ക്, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഗതാഗത മന്ത്രിക്ക് ഇതിൽ മറുപടി നൽകി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രാഥമികമായ ചോദ്യം എന്നത് ഈ ത്രികക്ഷി കരാർ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? അതിൽ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSRTC ലംഘനം നടത്തുന്നുണ്ടോ? സംസ്ഥാന സർക്കാർ അപ്പോൾ ഈ കരാർ ലംഘിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? ഗതാഗത വകുപ്പ് ലംഘിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന സംശയം തന്നെയാണ് ഉയരുന്നത്. അവിടെ മേയർ ഉന്നയിച്ചിട്ടുള്ളത് കരാർ ലംഘനം നടന്നു എന്നുള്ളതാണ്. ആ കരാർ ലംഘിക്കപ്പെട്ടോ എന്നത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യമായി ഉന്നയിക്കാനുള്ളത്. ഇനി മറ്റൊരു ചോദ്യം എന്നത് ഇവിടെ കരാർ ലംഘനം നടന്നു എന്ന് പറയുന്നത് നിലവിലെ മേയർ ആയിട്ടുള്ള VV രാജേഷ് ആണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ആണ് പോകുന്നത്. അതായത് കരാർ ലംഘനം നടന്നു എന്ന് VV രാജേഷ് പറയുമ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച ഒന്ന്, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത്, ഇടതുപക്ഷം തന്നെ മേയർ സ്ഥാനത്ത് ഉണ്ടായിരുന്ന സമയത്ത്, കോർപ്പറേഷൻ ഇടതുപക്ഷത്തിൻ്റെ തന്നെ കയ്യിലായിരുന്ന സമയത്ത് ഏർപ്പെട്ട ഒരു കരാർ ആണ് ലംഘിക്കപ്പെട്ടത്. അതിൽ ആര്യ രാജേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്കുമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇവർ എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതെന്തും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെ നടന്ന ഒരു കരാർ ഏതെങ്കിലും കാലഘട്ടത്തിൽ ലംഘിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണോ? കരാർ ലംഘിക്കപ്പെട്ടാൽ അപ്പോൾ ആരാണോ ഭരണസമിതിയിലുള്ളത് ആ ഭരണസമിതിക്ക് അത് ഉയർത്തിക്കാണിക്കാൻ പാടില്ല എന്നുള്ളതാണോ? അങ്ങനെ കരാറിൽ പിന്നീട് ഏതെങ്കിലും തരത്തിൽ വ്യവസ്ഥാ ലംഘനം ഉണ്ടായാൽ ആരും അത് ചോദ്യം ചെയ്യരുത് എന്നത് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണോ എന്നതാണ് സംശയം. സ്വാഭാവികമായും ഭരണം മാറുന്നു, പുതിയ ഭരണസമിതിയാണുള്ളത്. ആ ഭരണസമിതിക്ക് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും സംശയങ്ങൾ ഉന്നയിക്കാനും അവകാശമില്ലേ, സ്വാതന്ത്ര്യമില്ലേ എന്നതാണ് രണ്ടാമത്തെ സംശയമായി ഞങ്ങൾക്ക് മന്ത്രിയോട് തന്നെ ചോദിക്കാനുള്ളത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് റൂട്ട് നിശ്ചയിക്കുമ്പോൾ അതിന് കൃത്യമായൊരു സംവിധാനം ഉണ്ട് എന്നാണ് VV രാജേഷ് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകരോടൊന്ന് ചേർത്ത് വെക്കേണ്ടത്, ഈ സമയത്ത് ഈ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു പ്രതികരിച്ചത് കോർപ്പറേഷൻ പല കാര്യങ്ങളിലും ഉഴപ്പി എന്നാണ്, റൂട്ട് നിശ്ചയിക്കുന്നതിൽ അടക്കം. അത് ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഉഴപ്പിയെങ്കിൽ അന്ന് ആരാണോ ഭരണത്തിലിരുന്നത് അവരാണ് ഉത്തരവാദികൾ. അവിടെയാണ് VV രാജേഷ് സൂചിപ്പിച്ചത്, ഇങ്ങനെയാണോ ഈ റൂട്ടുകൾ നിശ്ചയിച്ചത്? അതായത് കോർപ്പറേഷന്റെ സഹകരണത്തോടെ കോർപ്പറേഷൻ കൂടി പങ്കാളിയായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാറിന്റെ ഭാഗമായി റൂട്ട് നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷനും ഇടപെടാൻ അവകാശമുണ്ട് എന്നിരിക്കെ അങ്ങനെയാണോ നിശ്ചയിച്ചിട്ടുള്ളത്? അതിന് ഗതാഗത മന്ത്രി കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട്. അല്ല എങ്കിൽ കോർപ്പറേഷന്റെ റെപ്രസെന്റേറ്റീവ്സ് ഇല്ലാതെയാണ് ഈ റൂട്ട് നിശ്ചയിച്ചതെങ്കിൽ അക്കാര്യവും ഗതാഗത മന്ത്രിയാണ് മറുപടിയായി നൽകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഗതാഗത മന്ത്രിയുടെ വാക്കുകളാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കേട്ടത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്ര വിഹിതം എന്നത് 500 കോടി രൂപയാണ് എന്ന്.
135 കോടി രൂപ ചെലവഴിച്ചത് നഗരസഭയാണ് എന്ന്. അപ്പോൾ ഈ കരാർ അടിസ്ഥാനത്തിൽ KSRTCയുടെ സർവീസിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ആനുപാതികമായി പങ്കുവെക്കണം എന്നുള്ളതാണ്. ഇതുവരെയും, അതായത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് ആരംഭിച്ചതിന് ശേഷം ആ സർവീസുകൾ ലാഭത്തിലായിരുന്നോ? ലാഭത്തിൽ ആയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വിഹിതം കോർപ്പറേഷന് നൽകിയിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ സാങ്കേതികമായി വളരെ കൃത്യമായി മന്ത്രിക്ക് മറുപടി നൽകാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെയാണ് ഈ രാഷ്ട്രീയമായ മറുപടിക്കപ്പുറത്ത് വിഷയാധിഷ്ഠിതമായ മറുപടി തന്നെയാണ് ന്യൂസ് 18 പ്രതീക്ഷിക്കുന്നത് എന്ന് മന്ത്രിയോട് വളരെ കൃത്യമായി പറയാനുള്ളത്. എന്നാൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കോർപ്പറേഷൻ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയുടെ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു? അതുകൂടി ഒന്ന് കേട്ടുനോ. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയർ 40,000-45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷേ ഇതിൻ്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ട് 70-75% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടണം, അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേൻ്റെ ബാറ്ററി തീരും. ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ 28 ലക്ഷം രൂപ വേണം ഇതിൽ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്. ഇത് കൈനഷ്ടം തന്നെയാണ്. കാരണം 28 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും, ഡീസൽ മിനി ബസ് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ, ഐഷറിൻ്റെ വണ്ടി വാങ്ങി, നിങ്ങൾ കണ്ടതാണ്. ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് 52 രൂപ വരെ വരുന്നുണ്ട്. പൊടി വരെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് 28 ലക്ഷം. ഇതിൻ്റെ വില 1 കോടി രൂപയാണ് ഒരു വണ്ടിക്ക് 1 കോടി രൂപ. 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. യെസ്, ബഹുമാനപ്പെട്ട മന്ത്രിയോട് അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാകുമെങ്കിൽ സാങ്കേതികമായ വിദഗ്ധരൊന്നും ഈ KSRTCയിലും സംസ്ഥാന സർക്കാരിൻ്റെയും കീഴിൽ ജോലി ചെയ്യുന്നില്ലേ എന്നുള്ളതാണ്. മന്ത്രി എന്താണ് പറഞ്ഞത് എന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഇത് അത്ര ലാഭകരമൊന്നുമില്ല, ഇതൊരു നഷ്ടക്കച്ചവടം ആണ് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ളതും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നഷ്ടക്കരാറിൽ നമ്മൾ ഏർപ്പെട്ടത്, നഷ്ടക്കരാറിന്റെ ഭാഗമാകാൻ KSRTC തീരുമാനിച്ചത് എന്നത് തന്നെയാണ്. ഒന്ന്, KSRTC പലപ്പോഴായി നഷ്ടത്തിൽ പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ ശമ്പളം അടക്കം നൽകാൻ പണമില്ലാത്ത സാഹചര്യമുണ്ട്, പെൻഷൻ അടക്കം പലപ്പോഴായി മുടങ്ങുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ ഇത് നഷ്ടത്തിലാണ് പ്രവേശിക്കുക, നഷ്ടത്തിലായിരിക്കും കലാശിക്കുക എന്നത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊരു കരാറിന്റെ ഭാഗമാകുന്നത് എന്നതാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, വിവിധ വികസന പരിപാടികളുടെ ഭാഗമായി സ്മാർട്ട് സിറ്റി നഗരത്തിൽ വിവിധ വികസന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ 113 ബസ് സർവീസുകൾ ആരംഭിച്ചത് എന്ന്. അപ്പോൾ മറ്റ് നിരവധിയായ വികസന പദ്ധതികളുണ്ട്. സംസ്ഥാന സർക്കാരിന് നഷ്ടം വരുന്നു എങ്കിൽ, അത് ബാധ്യതയായി മാറുന്നുവെങ്കിൽ അങ്ങനെ ഒരു കരാറിലേക്ക് ഏർപ്പെടേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന ചോദ്യം ഉയരുന്നു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ടയറിൻ്റെ പഴക്കം അടക്കം അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അടക്കമാണ്. അതായത് അത് ടെക്നിക്കൽ സൈഡാണ്. നമ്മൾ അടുത്ത സംശയത്തിലേക്ക് പോകുന്നത്, നമ്മുടെ KSRTCയിലൊക്കെ ടെക്നീഷ്യന്മാർ നിരവധിയില്ലേ? സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഒരു വസ്തു വാങ്ങുമ്പോൾ പോലും എന്തെല്ലാം സെർച്ച് ചെയ്യും എന്നത് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അത് എത്ര വർഷം ഉപയോഗിക്കാൻ സാധിക്കും, അതിന് ഗ്യാരണ്ടി ഉണ്ടോ, വാറണ്ടി ഉണ്ടോ, അതിന് സംഭവിക്കാവുന്ന കേടുപാടുകൾ എന്തൊക്കെ. ഇതൊക്കെ സാധാരണ ഏതൊരു ഉൽപ്പന്നം വാങ്ങുമ്പോഴും സാധാരണ മനുഷ്യൻ പോലും ചിന്തിക്കുന്ന ഒന്നാണ് എങ്കിൽ നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഈ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ അതിന് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ, അതിൻ്റെ ടെക്നിക്കൽ കപ്പാസിറ്റി എന്ത്, അതിൻ്റെ ചെലവ് എത്ര, ഇതൊക്കെ ആലോചിക്കാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു പഠനവും നടത്താതെ ആണോ ഇത്തരം കരാറുകളിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെടുന്നത് എന്നത് തന്നെയാണ് മന്ത്രിയോടും ഗതാഗത വകുപ്പിനോടും ചോദിക്കാനുള്ളത്. അവിടെ വീണ്ടും, അതായത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത്തരം വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയമായാണ് മറുപടി നൽകുന്നത്. അത് പ്രേക്ഷകരും കേട്ടതായിരിക്കും. 113 വണ്ടികൾ ആവശ്യപ്പെട്ടാൽ കോർപ്പറേഷന് തിരിച്ചു നൽകാൻ ഞങ്ങൾ ഒരുക്കമാണ്, പകരം 150 വാഹനങ്ങൾ അടുത്ത ദിവസം തന്നെ റോഡിലേക്ക് ഇറക്കും എന്നുള്ളതാണ്. ഇതെല്ലാം അത് കോർപ്പറേഷൻ ആകട്ടെ, കേന്ദ്ര സർക്കാരാകട്ടെ, സംസ്ഥാന സർക്കാരാകട്ടെ, ഇതെല്ലാം ജനങ്ങളുടെ നികുതി പണമാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബസ്സുകൾ നിരത്തിലിറക്കുക. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മത്സരിച്ച് ഞങ്ങളുടെ കീശയിലെ കാശ് കൊള്ളയടിക്കാനുള്ളതല്ല, മറിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിച്ചു മനസ്സിലാക്കി അതിനാണ് പരിഹാരം കാണേണ്ടത്. ഇതാ മന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ
24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാനാകത്തില്ല. ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. യെസ്, 150, 200, 250 വണ്ടികൾ കൊണ്ടുവരട്ടെ, അത് ജനങ്ങൾക്ക് വേണ്ടി സേവനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കട്ടെ. പക്ഷേ ഇവിടെ എന്താണ് ടോപ്പിക് എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. 3 കക്ഷികൾ ചേർന്നുകൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. ആ കരാർ പ്രകാരം ബസ് സർവീസ് ആരംഭിക്കുന്നു. ആ ബസ് സർവീസ് കരാർ ലംഘിച്ചു എന്ന് അതിൽ ഒരു കക്ഷിയായിട്ടുള്ള കോർപ്പറേഷൻ പറയുന്നു. അപ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം എന്നത്, എപ്പോഴാണ് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബസ്സുകളെല്ലാം കോർപ്പറേഷന് നൽകണമെന്നും കോർപ്പറേഷൻ സർവീസ് നടത്തിക്കൊള്ളാം എന്നും എവിടെയും പറഞ്ഞതായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, മന്ത്രി തന്നെ പറയുന്നുണ്ട്, അതായത് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഞങ്ങൾ ഈ വാഹനങ്ങൾ 113 വാഹനവും വിട്ടു നൽകും എന്നത്. അതായത് ഒരു കരാറിന്റെ ഭാഗമായി ഈ വാഹനങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചു എന്നത് ഒരു വസ്തുതയായി നിൽക്കുന്നു. അതിലിപ്പോൾ കാലാനുസൃതമായ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നു, കാലപ്പഴക്കം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പഴകിയ വാഹനം കോർപ്പറേഷന് നൽകണം എന്ന് കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതുവരെയും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചാൽ ഇതാണോ മറുപടി? ആ വിഷയം പരിഹരിക്കുക എന്നതല്ലേ? അവരുടെ പരാതി എന്ത് എന്നത് കേട്ടതിന് ശേഷം അതിലെന്ത് പരിഹാരം എന്നതിന് പകരം എങ്കിൽ പിന്നെ നിങ്ങൾ ഇതങ്ങ് എടുത്തുകൊള്ളൂ എന്ന തരത്തിൽ ബാലിശമായ ഒരു മറുപടി നൽകുമ്പോൾ അത് കേട്ട് കൈയടിക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാർ ഉണ്ടാകും. ആ കൈയടികൾ അവിടെ നടക്കട്ടെ. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിലാണോ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടത് എന്നാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. ഈ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജീവനക്കാരും ഒക്കെയായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരു കരാർ ഉണ്ടാകുമ്പോൾ ആ കരാറിൽ വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ സർവീസിൻ്റെ ഉത്തരവാദിത്തം ആർക്ക്, മെയിൻ്റനൻസിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നതൊക്കെയായി ബന്ധപ്പെട്ട ക്ലോസുകൾ ഉണ്ടാകും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ജീവനക്കാരുടെ സേവനം എന്നതാണ്. ജീവനക്കാരുടെ സേവനം എന്ന് പറയുമ്പോൾ കണ്ടക്ടർ, ഡ്രൈവർ പോലെയുള്ളവരുടെ സേവനം അതെല്ലാം KSRTCയുടേതാണ്. അതൊന്നും ഇനി ഞങ്ങൾ നൽകില്ല എന്നാണ് പറയുന്നത്. അത് ഈ കരാറിൽ, അതായത് ഈ 113 ബസ്സുകൾ വാങ്ങുമ്പോൾ ഈ സേവനം ആരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം, അതെങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെടേണ്ടത്, ഇത്തരം ധാരണകൾ ഒന്നും ഈ കരാറിൽ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒപ്പം മറ്റ് സേവനങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് 113 വാഹനങ്ങളും തിരിച്ചു നൽകും, അത് പക്ഷേ കേരളത്തിലെ KSRTCയുടെ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നും ഇടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അങ്ങേയറ്റം ബാലിശമായ മറുപടികൾ എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ ആവർത്തിച്ചു പറയുന്നു, വിഷയം എന്ത് എന്നതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. KSRTC ഡിപ്പോകളിലും KSRTC ബസ് സ്റ്റാൻഡുകളിലും ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഈ കരാറിൽ ഈ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആ വാഹനങ്ങളുടെ സർവീസ്, നടത്തിപ്പ് ഇതുമൊക്കെയായി ബന്ധപ്പെട്ട ക്ലോസുകൾ ഉണ്ടാകും. അതെന്ത് എന്നതായിരുന്നു മന്ത്രി വിശദീകരിക്കേണ്ടത്. അവിടെ ലംഘനം നടന്നിട്ടില്ല എങ്കിൽ ലംഘനം നടന്നിട്ടില്ല എന്നതിൽ ആണ് വ്യക്തത വരുത്തേണ്ടത്. ഒപ്പം നിരവധിയായ സംശയങ്ങൾ, അതായത് ഈ സർവീസ് നടത്തുന്നത് എല്ലാവരും ആലോചിച്ചിട്ടാണോ, ഇതിൻ്റെ ലാഭവിഹിതം നൽകുന്നുണ്ടോ, ഇത്തരം സംശയങ്ങളിലാണ് മറുപടി നൽകേണ്ടത് എന്ന് തന്നെയാണ് ആവർത്തിക്കേണ്ടത്. ഈ വിഷയത്തിന് ഇങ്ങനെ വാക്പോരിനപ്പുറത്ത് പരിഹാരമുണ്ടോ? അതാണല്ലോ പ്രധാനപ്പെട്ടത്. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഇതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ കൂടി വരുന്ന കരാറിന്റെ ഭാഗമായിട്ടുള്ള ഈ ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച തർക്കമാണ്.